ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ചില മാജിക് വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ അത് നമ്മുടെ ലൈഫിൽ തന്നെ നല്ലൊരു പോസിറ്റീവായ മാറ്റം കൊണ്ടുവരും. നമ്മുടെ സെൽഫ് ഡെവലപ്മെൻറ്റിനും പേഴ്സണൽ ഗ്രോത്തിനെല്ലാം അത് വളരെ നല്ലതാണ്. നല്ല നല്ല ശീലങ്ങൾ, നല്ല നല്ല വാക്കുകൾ ഉപയോഗിക്കുക എന്നത് വളരെ വളരെ നല്ലതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഏത് മാജിക് വാക്കാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, താങ്ക് യു. നമുക്ക് എല്ലാവർക്കും അറിയാം, താങ്ക് യു പറയുമ്പോഴും അത് കേൾക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ എത്രത്തോളം സന്തോഷമാണ് അത് കൊണ്ടുവരുന്നത് എന്ന്. താങ്ക് യു എന്ന മാജിക് വാക്ക് നമ്മുടെ ക്യാരക്ടറിൻ്റെ തന്നെ ഭാഗമാക്കി മാറ്റാം. നമുക്ക് സമ്മാനങ്ങൾ കിട്ടുമ്പോൾ, സ്നേഹമുള്ള വാക്കുകൾ കിട്ടുമ്പോൾ, റെസ്പെക്റ്റ് കിട്ടുമ്പോൾ, ദയ കിട്ടുമ്പോൾ, അങ്ങനെ ഓരോ കാര്യത്തിനും നമ്മുടെ ഉള്ളിൽ നിന്നൊരു ഫീല് വരുമല്ലോ, സന്തോഷത്തിൻ്റെ, സ്നേഹത്തിൻ്റെ ഫീല് വരും. ആ സമയത്തെല്ലാം നമുക്ക് താങ്ക് യു പറയാം. നമ്മുടെ ഫോണിൽ ആരെങ്കിലും നമ്മളെ തേടി വിളിക്കുമ്പോൾ നിനക്ക് സുഖമല്ലേ, എല്ലാം നല്ലതായി പോകുന്നോ എന്ന് ചോദിക്കുന്നത് പോലും അതൊരു വലിയ സന്തോഷമാണ്. നമുക്ക് അവരോട് താങ്ക് യു പറയാം. അതുപോലെ തന്നെ നമ്മൾ ഓരോ ആവശ്യത്തിനും പുറത്തു പോകുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങളാണ്, സഹായങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ എവിടെയെല്ലാം ചെല്ലുന്നോ, എവിടെ നിന്നെല്ലാം നമുക്ക് സഹായങ്ങൾ കിട്ടുന്നോ അവിടെയെല്ലാം നമുക്ക് താങ്ക് യു പറയാം. നമ്മൾ പുറത്തു പോകുന്ന സമയത്ത് പുതിയതായി ഒരാൾ നമ്മളെ കണ്ട് ഒന്ന് ചിരിച്ചാൽ പോലും നമുക്ക് അവരോട് താങ്ക് യു പറയാൻ സാധിച്ചില്ലെങ്കിലും നമ്മുടെ ഉള്ളിൽ നമുക്ക് ഒന്ന് താങ്ക് യു പറയാം. നമ്മൾ കടയിലേക്ക് പോകുമ്പോൾ, നമ്മൾ ഹോട്ടലിലേക്ക് പോകുമ്പോൾ, നമുക്ക് ഭക്ഷണം വിളമ്പി തരുന്നവരോട് എല്ലാം നമുക്കൊരു താങ്ക് യു പറയാം. അതുപോലെ തന്നെ നമ്മൾ ലിഫ്റ്റിൽ പോകുന്ന സമയത്ത് ലിഫ്റ്റ് സെക്യൂരിറ്റിയോട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് ഒരു താങ്ക് യു പറയാം. അത് അവർക്ക് കിട്ടുന്ന ഒരു വലിയൊരു സന്തോഷമായിരിക്കും. നമ്മൾ അവരുടെ മുഖത്ത് നോക്കിയിട്ട് താങ്ക് യു ഏട്ടാ അല്ലെങ്കിൽ താങ്ക് യു ചേച്ചി എന്ന് പറയുന്നത് അത് അവർക്ക് വലിയൊരു സന്തോഷമായിരിക്കും. അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ അത് ഉണ്ടാക്കി തന്നവരോട് സ്നേഹത്തോടെ പറയാം, നന്നായിട്ടുണ്ട്, താങ്ക് യു കേട്ടോ എന്ന് പറയുന്ന സമയത്ത് അവർക്കുള്ളൊരു ഫീല്, നല്ലൊരു ഫീല്, അത് വേറെ തന്നെയായിരിക്കും. ഒരു ദിവസത്തിന്റെ ആരംഭം തന്നെ നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ടായിരിക്കണം നമ്മൾ തുടങ്ങേണ്ടത്. അതുപോലെ തന്നെ ഒരു ദിവസത്തിൽ ഉറങ്ങാൻ പോകുന്നതിന് മുൻപും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നന്ദി പറഞ്ഞുകൊണ്ടായിരിക്കണം നമ്മുടെ ദിവസം കഴിയേണ്ടത്. ഇതിനിടയ്ക്ക് എൻ്റെ സ്കൂളിലുണ്ടായ ഒരു സംഭവം പറയാം. ക്ലാസ് റൂം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് മെക്സിക്കോയിൽ നിന്നുമുള്ള 2 പേരാണ് അവിടെ ജോലിയിൽ ഉള്ളത്. ക്ലാസ് റൂമുകളും സ്കൂൾ പരിസരങ്ങളെല്ലാം വൃത്തിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാ ദിവസവും അവർ ക്ലാസ് റൂം വൃത്തിയാക്കി കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്ന സമയത്ത് ഞാൻ അവരോട് താങ്ക് യു പറയാറുണ്ട്. അവർക്കത് വലിയ സന്തോഷമാണ് നമ്മൾ അവരോട് താങ്ക് യു പറയുന്നത്. ഞാനത് അവരുടെ മുഖത്ത് കാണാറുണ്ട്. ഹസ്ബൻഡും വൈഫുമാണ് അവർ. സ്കൂൾ അവധിക്കാലത്തിന് തൊട്ട് മുൻപുള്ള ഒരു ദിവസം എനിക്ക് ക്ലാസ് റൂമിൽ ഒരുപാട് വർക്ക് ഉണ്ടായിരുന്നു. ക്ലാസ്സിലെ തിങ്സ് എല്ലാം അറേഞ്ച് ചെയ്ത് വെക്കാനും എല്ലാം. ആ ദിവസത്തിൽ എനിക്കാണെങ്കിൽ കയ്യിൽ നല്ലൊരു പെയിൻ ഉണ്ടായിരുന്നു. ഞാൻ തന്നെയാണ് ആ വർക്ക് ചെയ്യേണ്ടത്. കൈ നല്ല വേദനയുണ്ട്, എന്തായാലും ചെയ്യണം, കാരണം നാളെ മുതൽ സ്കൂൾ അവധിയാണ്. ഞാൻ പതുക്കെ എൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. നോക്കുമ്പോൾ ഈ ഹസ്ബൻഡും വൈഫും 2 പേരും അവിടെ ക്ലാസ് റൂമിലേക്ക് എത്തി. അപ്പോൾ ഞാനിങ്ങനെ അത്ഭുതത്തോടെ നോക്കി, കാരണം അവരുടെ വർക്ക് കഴിഞ്ഞ് പോയതാണ്. ഇനി ക്ലാസ് റൂമിലേക്ക് വരേണ്ട ആവശ്യമില്ല. പക്ഷെ എങ്കിലും അവർ എത്തി. അവർ പറഞ്ഞു, ഞങ്ങൾ വന്നത് മാമിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന്. എനിക്ക് വലിയ അത്ഭുതം തോന്നി. ഞാൻ പറഞ്ഞു, വേണ്ട, നിങ്ങളുടെ വർക്ക് തീർന്നതല്ലേ, ഇനിയിപ്പോൾ എനിക്ക് ചെയ്യാനുള്ള വർക്കാണ്, ഞാൻ ചെയ്തോളാമെന്ന് പറഞ്ഞു. അല്ലല്ല, ഞങ്ങൾ മാമിനെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവർ അന്നത്തെ ദിവസം ഫുള്ളായിട്ട് എനിക്ക് വേണ്ടി അവർ എന്നെ സഹായിച്ചു. അന്ന് കൈവേദനയുള്ള ആ ഒരു സമയത്ത് അവർ എനിക്ക് വേണ്ടി ചെയ്ത ആ ഒരു സഹായം വലുതായിരുന്നു. വളരെ സന്തോഷത്തോടെയാണ് അവർ അത് എനിക്ക് വേണ്ടി ചെയ്തു തന്നത്. അതെനിക്ക് ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ മറക്കാൻ സാധിക്കില്ല. അതിനിടയ്ക്ക് മിറർ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്ന ഒരു ക്ലീനിങ് സ്പ്രേ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് എൻ്റെ വീട്ടിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ ക്ലീനിങ് സ്പ്രേ ഒന്ന് ഫോട്ടോ എടുത്തു. ഇതുപോലെ ഒരെണ്ണം വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ട് ഫോട്ടോ എടുത്തു. അവരത് പോകുന്ന സമയത്ത്, അവരുടെ വർക്കെല്ലാം ക്ലാസ് റൂമിൽ നിന്ന് തിരിച്ചു പോകുന്ന സമയത്ത് അവർ ഒരു പുതിയ മിറർ സ്പ്രേ എടുത്ത് എനിക്ക് തന്നിട്ട്, മാം ഇത് വെച്ചോളൂ, ഇത് ഞങ്ങളുടെയാണ്, ഇത് മാം ഉപയോഗിച്ചോളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, വേണ്ട, ഞാൻ പുറത്തുനിന്ന് വേറെ വാങ്ങിക്കോളാം, ഞാനിത് ഏതാണ് ബ്രാൻഡാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫോട്ടോ എടുത്തത്, ഞാൻ വേറെ വാങ്ങിക്കോളാം, താങ്ക് യു, സന്തോഷം, നിങ്ങൾ തന്നത് തന്നെ, തരാമെന്ന് പറഞ്ഞത് തന്നെ വലിയ സന്തോഷം കേട്ടോ എന്ന് പറഞ്ഞു. പക്ഷെ അവർ സമ്മതിച്ചില്ല. ഇത് മാമിനുള്ളതാണ്, പ്ലീസ് ഇത് മാം വാങ്ങണം എന്ന് നിർബന്ധിച്ച് അവർ പറഞ്ഞു. അവരുടെ ആ ഒരു നിർബന്ധവും ആ ഒരു സ്നേഹവും എനിക്കത് വാങ്ങാതിരിക്കാൻ കഴിഞ്ഞില്ല. ഞാനത് വാങ്ങി.
വാങ്ങി. അവർ എനിക്ക് ആ ഒരു മിറർ ക്ലീൻ ചെയ്യുന്ന ആ ഒരു സ്പ്രേ ബോട്ടിൽ തന്നപ്പോൾ എനിക്ക് എന്തോ ഒരു വലിയൊരു നിധി കിട്ടിയ പോലുള്ളൊരു സന്തോഷമായിരുന്നു. എനിക്ക് വേണമെങ്കിൽ എത്ര ബോട്ടിൽ വേണമെങ്കിലും വാങ്ങാമായിരുന്നു കടയിൽ. പക്ഷെ അവരത് തന്നപ്പോൾ, സ്നേഹത്തോടെ തന്നപ്പോൾ, ആ ബോട്ടിൽ ഞാൻ എത്ര നേരം എൻ്റെ കയ്യിൽ പിടിച്ചു എന്നറിയില്ല. കാരണം അവരുടെ ആ ഒരു സ്നേഹം, ആ ഒരു കരുതൽ, എത്ര നന്ദി പറഞ്ഞാലും അത് മതിയാവില്ല. സ്കൂളിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് ഞാനിങ്ങനെ ആലോചിച്ചു, ഞാൻ എന്താണ് അവർക്ക് കൊടുത്തത്, എന്താണ് ഞാൻ അവർക്ക് ചെയ്തത്? ഇത്രത്തോളം അവരെന്നെ സ്നേഹിക്കാൻ, എന്നെ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്താണ് അവർക്ക് ചെയ്തതെന്ന് ആലോചിച്ച് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, എല്ലാ ദിവസവും ഞാൻ അവരെ കാണുമ്പോൾ ഗുഡ് മോർണിംഗ് പറയും. ക്ലാസ് റൂം ക്ലീൻ ചെയ്ത് അവർ തിരിച്ചു പോകുമ്പോൾ അവരോട് താങ്ക് യു പറയും. ക്ലാസ് കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് വരുന്ന സമയത്ത് അവരോട് ബൈ, ടേക്ക് കെയർ എന്ന് പറയും, നാളെ കാണാമെന്ന് പറയും. ഇതൊക്കെ തന്നെയാണ് ഞാൻ അവർക്ക് കൊടുത്തത്. വേറെ ഒന്നും ഞാൻ അവർക്ക് കൊടുത്തിട്ടില്ല. പക്ഷെ അവർ എനിക്ക് തിരിച്ചു തന്നത് വലിയൊരു സ്നേഹം തന്നെയായിരുന്നു. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഞാൻ താങ്ക് യു എന്ന വാക്ക് ഉപയോഗിച്ച് തുടങ്ങിയത് മുതൽ എനിക്ക് ഒരുപാട് സന്തോഷങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അത് തന്നെയാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഒരുപാട് നല്ല ബന്ധങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ, നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഇങ്ങോട്ട് വരുന്ന ഒരുപാട് സഹായങ്ങൾ, ഇങ്ങോട്ട് കിട്ടുന്ന ഒരുപാട് സഹായങ്ങൾ, ഒരുപാട് സ്നേഹങ്ങൾ, റെസ്പെക്റ്റ് എല്ലാം ഈ താങ്ക് യു ഉപയോഗിച്ച് ശീലിച്ചത് മുതൽ എനിക്ക് കിട്ടിയിട്ടുള്ളൊരു കാര്യമാണ്. മാത്രമല്ല എൻ്റെ മനസ്സിൽ ഒരുപാട് സന്തോഷമാണ് താങ്ക് യു പറയുമ്പോൾ. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്കൊരു നല്ലൊരു ഗുഡ് ഫീലാണ് താങ്ക് യു പറയുമ്പോൾ ഉണ്ടാവുക. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നമ്മളൊരാൾക്ക് നന്ദി പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം വളരെ വലുതാണ്. ഹാപ്പി ഹോർമോൺസ് ഉണ്ടാകുന്നു. അത് നമ്മുടെ ഹെൽത്തിനും വളരെ നല്ലതാണ്. നല്ല ബന്ധങ്ങൾ ഉണ്ടാകുന്നു. റിലേഷൻഷിപ്സ് കൂടുതൽ സ്ട്രോങ് ആവുന്നു. അതേപോലെ തന്നെ നല്ലൊരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ ഉണ്ടാകുന്നു. റെഡ്യൂസസ് സ്ട്രെസ് കുറയ്ക്കുവാൻ അത് വളരെ വളരെ ഹെൽപ്ഫുൾ ആകുന്നു. അതുപോലെ തന്നെ ഇൻക്രീസ് ഹാപ്പിനെസ് ഇൻക്രീസ് ആവുന്നു. സോ ഫ്രണ്ട്സ്, താങ്ക് യു എന്ന ഈ ഒരു മാജിക് വാക്ക് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ശീലമാക്കാം. ഇതിൻ്റെ ഒരു അത്ഭുതം നമുക്ക് ഉറപ്പായും കാണാൻ സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ ഫ്രണ്ട്സിന്, പ്രിയപ്പെട്ടവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കൂ. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു. ഓൾ ദി വെരി ബെസ്റ്റ്.